ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇറ്റ്സ് മീ സംഗീത. ഇന്ന് ഞാൻ മുരിങ്ങക്കായ കൊണ്ട് നല്ലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു കറി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ദോശയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ല രസമുള്ള കറിയാണ്. വളരെ ഈസിയാണ് ഉണ്ടാക്കാനായിട്ടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ട മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. കറി ഉണ്ടാക്കാനായിട്ട് ഞാൻ ദേ 3 മുരിങ്ങക്കായാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് എണ്ണം കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യാം. അപ്പോൾ നമുക്ക് ആദ്യം മുരിങ്ങക്കായ ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഞാൻ ഈ കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെയാണ് ഇതിൻ്റെ തോല് കളഞ്ഞെടുക്കുന്നത്. ചിലർ ആദ്യം തോലൊക്കെ കളഞ്ഞതിന് ശേഷമാണ് അരിഞ്ഞെടുക്കുക. ഞാൻ പക്ഷേ ഇങ്ങനെ കട്ട് ചെയ്യുന്നതിൻ്റെ ഒപ്പം തന്നെ ഇതിൻ്റെ തോല് ഇതുപോലെ ഇങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ഞാൻ ഇതുപോലെയാണ് ചെയ്തെടുക്കാറുള്ളത്. അപ്പോൾ ഏകദേശം ഈ ഒരു നീളത്തിൽ, ഒത്തിരി നീളം കുറച്ചിട്ടല്ല, നമ്മൾ സാധാരണ സാമ്പാറിനൊക്കെ എടുക്കുന്ന ആ ഒരു രീതിയിൽ തന്നെ നീളത്തിലാണ് അരിഞ്ഞെടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു സവോള കുനുകുനാന്ന് നല്ല പൊടിയായിട്ട് അരിഞ്ഞിട്ടുള്ളതാണ്. പിന്നെ വേണ്ടത് 2 പച്ചമുളക് നെടുകെ കീറിയിട്ടും ഒരു തണ്ട് കറിവേപ്പിലയും. പിന്നെ ഒരു തക്കാളി എടുത്തിട്ടുണ്ട്. തക്കാളിയുടെ പകുതി എടുത്തിട്ടുള്ളൂ. ചെറിയ തക്കാളി ആണെങ്കിൽ മാത്രം മുഴുവൻ എടുക്കാം. അധികം പുളിയുടെ ആവശ്യമില്ല. അത് കാരണം കൊണ്ട് ഇത്രയും മതിയാവും തക്കാളി. പിന്നെ ഇതിന്റെ മസാലയ്ക്കായിട്ട് ഒരു ഏലക്കായും ഒരു ചെറിയ കഷ്ണം പട്ടയും ഒരു ഗ്രാമ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/2 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകവും ഒരു 10 കാഷ്നട്ടും ഒരു ടീസ്പൂൺ അളവിൽ മുഴുവൻ മല്ലിയാണ് എടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാൻ കുറച്ചധികം കാഷ്യൂ എടുത്തിട്ടുള്ളത് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ എടുക്കുന്ന തേങ്ങാപ്പാൽ കുറച്ച് വിളഞ്ഞ തേങ്ങയുടെയാണ്. അപ്പോൾ കട്ടി കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ 10 കാഷ്നട്ട് എടുത്തിട്ടുണ്ട്. പക്ഷെ നിങ്ങളുടെ കയ്യിൽ നല്ല ഫ്രഷ് തേങ്ങയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു 4 5 കാഷ്നട്ട് എടുത്താൽ മതിയാവും കേട്ടോ. ആദ്യം നമുക്ക് ഈ മസാല ഒന്ന് ഡ്രൈ റോസ്റ്റ് ആയിട്ട് എടുക്കാം. അപ്പം നമ്മളുടെ മസാല നല്ലൊരു സ്മെല്ലുണ്ടാകും. പിന്നെ നന്നായിട്ട് പൊടിഞ്ഞ് കിട്ടാനായിട്ടും ഇതുപോലെ ഒന്ന് ചൂടാക്കിയിട്ട് പൊടിച്ചെടുക്കുന്നതാവും നല്ലത്. അപ്പോൾ നന്നായിട്ടൊന്ന് ഒരു 1-2 മിനിറ്റ് നേരം ഡ്രൈ റോസ്റ്റ് ചെയ്തിട്ട് നമുക്ക് പൊടിച്ചെടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഒരു പാനിലേക്കോ അല്ലെങ്കിൽ ഇതുപോലെ ഒരു മൺചട്ടിയിലേക്കോ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. നല്ല പൊടിയായിട്ടാണ് സവോള അരിഞ്ഞിട്ടുള്ളത്. അപ്പോൾ നമ്മളുടെ ഗ്രേവി കുറച്ച് നല്ല കുറുകിയ ഗ്രേവി ആയിട്ട് കിട്ടുകയും ചെയ്യും. പിന്നെ എളുപ്പം വഴണ്ട് കിട്ടാനായിട്ടും ഇതുപോലെ പൊടിയായിട്ട് അരിയുന്നതാവും നല്ലത്. ഒരു നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന, അത് പിളർന്ന് വെച്ചിരിക്കുന്ന പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഇതും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. പച്ചമുളകൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വാടി വരട്ടെ. പിന്നെ ചെറുതായിട്ടൊന്ന് സവോളയുടെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് വരും. അതുവരെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നന്നായിട്ട് സവോളയും പച്ചമുളകൊക്കെ നന്നായിട്ട് വാടി വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കാം. ഒത്തിരി ഒന്നും വേണ്ട. നമ്മൾ ചിക്കനിലൊന്നും ഇടുന്ന പോലെയൊന്നും ഒരുപാട് ഇടണ്ട. ജസ്റ്റ് 1 ടീസ്പൂൺ മാത്രം മതിയാവും കേട്ടോ. അതും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. അതിൻ്റെ ആ ഒരു റോ സ്മെല്ലൊക്കെ ഒന്ന് മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കുക. ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള മുരിങ്ങക്കായാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ മുരിങ്ങക്കായ നല്ല മുരിങ്ങക്കായ ആണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ കറിക്ക്. പിന്നെ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒത്തിരി മൂക്കാത്ത നല്ല ഫ്ലഷ് ഒക്കെ ഉള്ള മുരിങ്ങക്കായ എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി ഇതും കൂടെ ചേർത്തിട്ട് ഒരു 3-4 മിനിറ്റ് നേരം നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. അതിന് ശേഷം നമുക്കിതിലേക്ക് വേണ്ട മസാലപ്പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ മുരിങ്ങക്കായ ഈ എണ്ണയിലിട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുമ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് അധികമായിരിക്കും. പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഈ മുരിങ്ങക്കായ ഉടഞ്ഞു പോവില്ല. വെന്ത് ഉടഞ്ഞ് ഇങ്ങനെ നാര് നാര് പോലെ ഒന്നും കിടക്കില്ല. അങ്ങനൊരു ഗുണമുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ സവോളയും മുരിങ്ങക്കായൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ അളവിൽ എരിവെള്ള മുളക് പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ വേണ്ടത് മല്ലിപ്പൊടി 1 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, പിന്നെ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കാം. പിന്നെ മസാല നമ്മൾ ഓൾറെഡി പൊടിച്ചു വെച്ചിട്ടുണ്ടല്ലോ, അത് നമുക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ലാസ്റ്റിലാണ് നമ്മളത് ചേർത്ത് കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഏകദേശം ഒരു പകുതി വേവോളം നമ്മളുടെ മുരിങ്ങക്കായ ഇപ്പം തന്നെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം നന്നായിട്ട് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അതിന് ശേഷം നമുക്ക് ഒരു അരമുറി തേങ്ങ നന്നായിട്ടൊന്ന് പാല് പിഴിഞ്ഞിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ 1-ാം പാല് 2-ാം പാലിന്ന് സെപ്പറേറ്റ് ആയിട്ട് എടുക്കൊന്നും വേണ്ട. നമുക്ക് എല്ലാം കൂടെ രണ്ടും കൂടെ ഒരുമിച്ചിട്ട് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഇപ്പോൾ തക്കാളിയൊക്കെ വഴണ്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ട തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കാം.
അപ്പോൾ ഞാൻ ദേ തേങ്ങാപ്പാൽ ഒഴിച്ചു കൊടുക്കുന്നത്. ഏകദേശം ഒരു 300 ml തേങ്ങാപ്പാലാണ് ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ കട്ടി കുറവാണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ കാഷ്നട്ട് അധികം എടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ചും കൂടെ വെള്ളം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. കാരണം ഇനി ബാക്കി മുരിങ്ങക്കായയുടെ വേവ് ഈ ഒരു ഇതിൽ കിടന്നിട്ടാണ് നമ്മളുടെ മുരിങ്ങക്കായ വേവേണ്ടത്. അപ്പോൾ അതിനും കൂടിയുള്ള വെള്ളം ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഇതുവരെ കറിയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്തിട്ടില്ല. നമുക്ക് ഈ ഒരു സമയത്ത് കറിയിലേക്ക് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. നമ്മൾ സാധാരണ സവോളയൊക്കെ വഴറ്റുന്ന സമയത്ത് വേഗം വഴണ്ട് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പ് ചേർക്കാറില്ലേ? അപ്പോൾ ഞാനത് ചേർക്കാതിരുന്നത് ചില മുരിങ്ങക്കായയിൽ നമ്മൾ ആദ്യം ഉപ്പോ പുളിയോ തട്ടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആ മുരിങ്ങക്കായ വേവില്ല, അതിങ്ങനെ കല്ലച്ച് കിടക്കും. അപ്പോൾ ആ ഒരു നല്ല ടേസ്റ്റ് ഉണ്ടാവില്ല. പിന്നെ ഇതിങ്ങനെ പച്ച കടിച്ച പോലെ അങ്ങനെ ഇരിക്കും. അപ്പോൾ അത് കാരണം കൊണ്ടാണ് ഞാൻ ആദ്യം സവോളയിലൊന്നും ഉപ്പിടാഞ്ഞത് കേട്ടോ. നമ്മൾ സവോളയും മുരിങ്ങക്കായും നന്നായിട്ട് വഴറ്റിയതിന് ശേഷമാണ് പിന്നെ തക്കാളിയും ചേർത്തിട്ടുള്ളത്. അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ ആ കറിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ച് വെച്ച് ഒരു 5 മിനിറ്റ് വരെ അടച്ചു വെച്ച് വേവിക്കും. അപ്പോഴേക്കും നമ്മളുടെ മുരിങ്ങക്കായൊക്കെ നല്ല രീതിയിൽ വെന്ത് കിട്ടാൻ വേണ്ടിയിട്ടാണ് 5 മിനിറ്റ് വരെ നമുക്ക് അടച്ചു വെക്കുന്നത്. 5 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ നമ്മുടെ മുരിങ്ങക്കായൊക്കെ ഇവിടെ വെന്ത് വന്നിട്ടുണ്ട്. മേലെയൊക്കെ എണ്ണയൊക്കെ തെളിഞ്ഞ് നിൽക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ട് ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. അപ്പോൾ ഇതാ മുരിങ്ങക്കായ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ചേർക്കാനായിട്ടുള്ള നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന മസാലക്കൂട്ടാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഉപ്പൊക്കെ നല്ല പാകത്തിനാണ്. ഞാൻ ചെക്ക് ചെയ്ത് നോക്കി. നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ചിരിക്കുന്ന കൂട്ടും കൂടെ ഈ കറിക്ക് റിയൽ ആയിട്ടുള്ള ഒരു ടേസ്റ്റ് നൽകുന്നത് ഈ ഒരു മസാലക്കൂട്ടാണ് കേട്ടോ. ഇത് സ്കിപ്പ് ചെയ്യാനേ പാടില്ല. അതും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു 2 മിനിറ്റ് നേരം നമ്മുടെ കാഷ്നട്ട് പൊടിച്ചിട്ടൊക്കെ ഒന്ന് കറിയിലൊന്ന് കുറുകി വരാൻ വേണ്ടിയിട്ട് ഒരു 2 മിനിറ്റ് നേരം കൂടി നമുക്ക് അടച്ച് വെച്ചിട്ടൊന്ന് തിളപ്പിച്ചിട്ടെടുക്കാം. വീണ്ടും ഒരു 2 മിനിറ്റ് നേരം തിളപ്പിക്കാം. അതിന് ശേഷം നമുക്ക് തുറന്ന് നോക്കാം. അപ്പോൾ അതാ ആ കാഷ്നട്ടൊക്കെ നന്നായിട്ടൊന്ന് കുറുകി നമ്മളുടെ കറിക്കൊക്കെ ഒരു പ്രത്യേക ഒരു സ്മെല്ലാണ് കേട്ടോ. ഈ ഒരു സമയത്ത് നല്ല അടിപൊളി സ്മെല്ലോട് കൂടിയിട്ടുള്ള നമുക്ക് ശരിക്കും നല്ലൊരു ടെംപ്റ്റിംഗ് ആയിട്ടുള്ള സ്മെല്ലോട് കൂടിയിട്ടുള്ള നല്ല അസൽ കറിയാണ്. ഈ കറി നമുക്ക് ചോറിൻ്റെയും ചപ്പാത്തിയുടെയും കൂടിയൊക്കെ കഴിക്കാൻ പറ്റും. ദോശയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് പറ്റുന്ന നല്ലൊരു കറിയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ കറി ഇവിടെ ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി വീണ്ടും ഇതിരുന്ന് ഒന്ന് കുറുകും. അപ്പോൾ അവസാനമായിട്ട് നമുക്ക് കുറച്ച് മല്ലിയില മേലേക്ക് വിതറിയിട്ട് അടച്ച് വെച്ച് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഒരു 10-15 മിനിറ്റിന് ശേഷം നമുക്ക് തുറന്ന് സെർവ് ചെയ്യാവുന്നതാണ്. അപ്പോഴേക്കും നമ്മളുടെ കറിയൊക്കെ ഇതേ കണ്ടില്ലേ, ആ ചട്ടിയിൽ ഇരുന്ന് ഒന്നും കൂടെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി കറി തന്നെയാണ്. എല്ലാവരും ഒന്ന് മസ്റ്റ് ട്രൈ ചെയ്ത് നോക്കണം. മുരിങ്ങക്കായ വെച്ചിട്ട് ഇതുപോലൊരു കറി നിങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലിക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും, ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ടും മറക്കരുത്. അപ്പോൾ ഇതുപോലെയുള്ള നല്ല നല്ല റെസിപ്പീസൊക്കെ ആയിട്ട് ഞാൻ ഇനിയും വരുന്നതാണ്. സ്റ്റേ ട്യൂൺഡ്. താങ്ക് യു.